പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ അംഗനവാടി കം ക്രഷ് തസ്തികയിലേക്ക് ഹെൽപ്പർമാരെയും വർക്കർമാരെയും നിയമിക്കുന്നതിനായി മലപ്പുറം, പത്തനംതിട്ട ജില്ലകളിൽ അപേക്ഷകൾ ക്ഷണിക്കുന്നു. അംഗൻവാടി കം ക്രഷ് റിക്രൂട്ട്മെന്റ് 2025 വനിതകൾക്ക് സാമൂഹ്യ സേവന രംഗത്ത് ജോലി ചെയ്യാനുള്ള മികച്ച അവസരമാണ്. മലപ്പുറം കരുവാരക്കുണ്ട് അംഗൻവാടി കം ക്രഷ് ഹെൽപ്പർ നിയമനം. സ്ഥലം കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത്, മരുത്തിങ്ങൽ അംഗൻവാടി. തസ്തിക ക്രഷ് ഹെൽപ്പർ. യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്രായപരിധി 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെ. വാർഡ് കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ 11ാം വാർഡ്. സ്ഥിരതാമസക്കാർക്ക് മാത്രം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2025 ഏപ്രിൽ 25 വൈകിട്ട് 4 മണി വരെ. വിലാസം: ശിശു വികസന പദ്ധതി ഓഫീസർ, ICDS കാളിക്കാവ് അഡീഷണൽ, കരുവാരക്കുണ്ട് PO, പിൻ നമ്പർ 676523. കുറിപ്പ്: അപേക്ഷാ ഫോം കരുവാരക്കുണ്ട് ICDS ഓഫീസിൽ ലഭിക്കും. ആവശ്യമായ രേഖകൾ: വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ്, സ്ഥിരതാമസം തെളിയിക്കുന്ന പഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്, മറ്റ് മുൻഗണനകൾ തെളിയിക്കുന്ന രേഖകൾ ഉണ്ടെങ്കിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഫോം ഓഫീസിൽ നിന്ന് നേരിട്ട് വാങ്ങാം. അടുത്തത് പത്തനംതിട്ട കുളനട അംഗൻവാടി കം ക്രഷ് വർക്കർ നിയമനം. സ്ഥലം കുളനട ഗ്രാമപഞ്ചായത്ത്, ഞെട്ടൂർ അംഗൻവാടി. തസ്തിക ക്രഷ് വർക്കർ. യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. പ്രായപരിധി 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെ. വാർഡ് 16ാം വാർഡ്. സ്ഥിരതാമസക്കാർക്ക് മാത്രം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2025 ഏപ്രിൽ 23 വൈകിട്ട് 5 മണിക്ക്. വിലാസം: പന്തളം 2 ICDS പ്രോജക്റ്റ് ഓഫീസ്, പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ട്, കുളനട. ഫോൺ നമ്പർ 04734292620. ആവശ്യമായ രേഖകൾ: സ്വയം സാക്ഷ്യപ്പെടുത്തിയ വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ്, തിരിച്ചറിയൽ രേഖ, ആധാർ കാർഡ് ഓർ വോട്ടർ ID, സ്ഥിരതാമസം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. പൊതുവായ വിവരങ്ങൾ: ഒണേറിയം ക്രഷ് വർക്കറിന് 5500 രൂപ, ക്രഷ് ഹെൽപ്പറിന് 3000 രൂപ. പ്രവർത്തന സമയം രാവിലെ 7:30 മുതൽ വൈകിട്ട് 7 മണി വരെ. ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ. അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് മുമ്പ് ഓരോ പദ്ധതിയുടെയും വിശദമായ വിവരങ്ങൾ ശ്രദ്ധാപൂർവം പരിശോധിക്കുക. അപേക്ഷാ ഫോറങ്ങൾ ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്ന് ലഭ്യമാണ്. 2022 ജൂലൈയിൽ വനിതാ ശിശു വികസന മന്ത്രാലയം മിഷൻ ശക്തി പദ്ധതിയുടെ ഭാഗമായി പഴയ നാഷണൽ ക്രഷ് സ്കീം പുനഃസംഘടിപ്പിച്ച് സമർത്ഥ്യ എന്ന ഉപപദ്ധതിക്ക് കീഴിൽ പാൽന എന്ന പുതിയ പേരിൽ അവതരിപ്പിച്ചു. ഈ പദ്ധതി അംഗൻവാടി കേന്ദ്രങ്ങളിലും സ്റ്റാൻഡ് എലോൺ ക്രഷുകളിലും 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പകൽ പരിചരണ സൗകര്യം നൽകുന്നു. 2025 മുതൽ 26 വരെ രാജ്യത്ത് 17,000 ക്രഷ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനാണ് ലക്ഷ്യങ്ങൾ. ജോലി ചെയ്യുന്ന അമ്മമാർക്ക് കുട്ടികളുടെ പരിചരണ സൗകര്യം ഉറപ്പാക്കൽ, കുട്ടികൾക്ക് സുരക്ഷിതത്വവും പോഷകസമൃദ്ധവുമായ അന്തരീക്ഷം നൽകൽ, കുട്ടികളുടെ ആരോഗ്യം, പോഷണം, വൈജ്ഞാനിക വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കൽ. പ്രസവാനുകൂല്യ നിയമനത്തിൻ്റെ വ്യവസ്ഥകൾ പാലിക്കൽ. സേവനങ്ങൾ: ഉറക്ക സൗകര്യം, 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ശാരീരിക മാനസിക ഉത്തേജനം, 3 മുതൽ 6 വയസ്സുകാർക്ക് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, പോഷകാഹാരം, ആരോഗ്യ പരിശോധന, പ്രതിരോധ കുത്തിവയ്പ്. പോഷൺ 2.0 പദ്ധതിയുമായി സംയോജിപ്പിച്ച് വളർച്ചാ നിരീക്ഷണം. പാൽനയുടെ ഘടകങ്ങൾ: അംഗൻവാടി കം ക്രഷ്, സ്റ്റാൻഡ് എലോൺ ക്രഷ്. പ്രവർത്തന സമയം മാസത്തിൽ 26 ദിവസം, ദിവസത്തിൽ 7.5 മണിക്കൂർ. സാധാരണയായി രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 4:30 വരെ. ഫീസ് ഘടന:
BPL കുടുംബങ്ങൾ പ്രതിമാസം 20 രൂപ, 12,000 രൂപ വരെയുള്ള വരുമാനമുള്ള കുടുംബങ്ങൾ പ്രതിമാസം 100 രൂപ, 12,000 രൂപയിൽ കൂടുതൽ വരുമാനമുള്ള കുടുംബങ്ങൾ പ്രതിമാസം 200 രൂപ. നടപ്പാക്കൽ: സംസ്ഥാന സർക്കാരുകളും സന്നദ്ധ സർക്കാർ ഇതര സംഘടനകളുമാണ് ഇത് നടപ്പാക്കുന്നത്. സാമ്പത്തിക സഹായം: 25 കുട്ടികളുള്ള ക്രഷിന് വാർഷിക ചെലവ് 3,35,600 രൂപ. പുതിയ ക്രഷിന് 10,000 രൂപയും ഉപകരണങ്ങൾക്ക് 5,000 രൂപയും 5 വർഷത്തേക്ക് ഗ്രാൻറ്റും കിട്ടും. അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യതയുള്ള ഈ ജോലിയിൽ താല്പര്യമുള്ളവർ വേഗം തന്നെ അപ്ലൈ ചെയ്യുക. ഫോം അതാത് CDSൻ്റെ കീഴിൽ ഫോം കിട്ടും. അവിടെ പോയി വേഗം വാങ്ങിച്ച് പൂരിപ്പിച്ച് അപ്ലൈ ചെയ്യുക. മറ്റൊരു തൊഴിൽ വാർത്തയുമായി വേഗം തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.